welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ. ഞാൻ 2 ദിവസം കൂടുമ്പോഴാണ് എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഹെയർ വാഷ് ചെയ്യാൻ പോകുമ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ഹെയർ സ്പാ ചെയ്താലോ എന്ന്. അപ്പം നമ്മൾ എന്തിനാ ഹെയർ സ്പാ ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ വല്ലപ്പോഴും നമ്മളുടെ സ്കാൽപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഫേസ് സ്ക്രബ് ചെയ്യുന്നില്ലേ? എന്തിനാ ഫേസ് സ്ക്രബ് ചെയ്യുന്നത്? നമ്മളുടെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ റിമൂവ് ആയിട്ട് ഫേസ് ഒന്ന് ക്ലീൻ ആവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെയാണ് നമ്മളുടെ സ്കാൽപ്പും. ഇടയ്ക്ക് നമ്മളുടെ സ്കാൽപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താലേ നമ്മളുടെ സ്കാൽപ്പ് കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ട് ക്ലീൻ ആവുള്ളൂ. സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസ്, അതുപോലെ തന്നെ ഡാൻഡ്രഫ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ആയിട്ട് നമ്മളുടെ സ്കാൽപ്പിലുള്ള പോഴ്സ് ഒക്കെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ അതൊക്കെ ഓപ്പൺ ചെയ്യുള്ളൂ. അപ്പൊ ഈ ഒരു പോഴ്സ് ഒക്കെ ഓപ്പൺ ചെയ്താലേ നമുക്ക് പുതിയ പുതിയ മുടികൾ കിളിർത്ത് വരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് വല്ലപ്പോഴും സ്കാൽപ്പ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പൊ ഈ ഒരു ഹെയർ സ്പാ എന്ന് പറഞ്ഞാല് ആദ്യം നമ്മൾ സ്കാൽപ്പ് നന്നായിട്ട് സ്ക്രബ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഷാംപൂ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷണർ യൂസ് ചെയ്യും. പിന്നെ നല്ലൊരു സിറം യൂസ് ചെയ്യും. അപ്പൊ ഇന്ന് ഞാൻ ഹെയർ സ്പാ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ന്യൂഡിന്റെ ഹെയർ സ്പാ കിറ്റ് വെച്ചിട്ടാണ് കേട്ടോ. ഇത് കുറേ ആയിട്ട് ഇവിടെ കിടക്കുന്നുണ്ട്. ഇത് അവർ സെൻഡ് ചെയ്ത് തന്നിട്ടുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പൊ ഇതിന് പറയുന്നത് വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിൽ നിന്ന് നമുക്ക് ഹെയർ സ്പാ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അതും വെറും 4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കാൽപ്പ് സ്ക്രബ് ചെയ്യുന്നു, ഷാംപൂ ചെയ്യുന്നു, കണ്ടീഷണർ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു സിറം യൂസ് ചെയ്യുന്നു. പിന്നെ ഈ ഒരു ന്യൂഡിന്റെ ഹെയർ സ്പാ കിറ്റ് വന്നിട്ട് എല്ലാ ഹെയർ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്കിൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പാരബൻ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്. അങ്ങനെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഹെയർ സ്പാ ചെയ്താലോ? അപ്പൊ ഇതിലെ പ്രോഡക്റ്റ് എങ്ങനെയാ വരുന്നതെന്ന് വെച്ചാൽ പാക്കറ്റ് ആയിട്ടാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെയുള്ള നല്ല ക്യൂട്ട് ആയിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പാക്കറ്റുകളായിട്ടാണ് പ്രോഡക്റ്റ് വരുന്നത്. അപ്പോൾ ഇതാ ആദ്യത്തെ പാക്കറ്റിൽ ഹെയർ സ്കാൽപ്പ് സ്ക്രബാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൽ തന്നെ ഇതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ പറയുന്നത് നമ്മൾ ആദ്യം നമ്മളുടെ സ്കാൽപ്പും ഹെയറും നന്നായിട്ട് വെറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു സ്ക്രബ് അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ക്രബിന് നല്ലൊരു കോഫിയുടെ സ്മെല്ലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതിൽ കുഞ്ഞു കുഞ്ഞു തരികൾ വരുന്നുണ്ട്. നമ്മളുടെ സാധാരണ ഫേസിലൊക്കെ ഇടുന്ന സ്ക്രബ് പോലെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് നന്നായിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ വെച്ചിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അതായത് ഹാർഷായിട്ട് ഭയങ്കരമായിട്ട് ഉരയ്ക്കാൻ പാടില്ല, വളരെ മൈൽഡായിട്ട് മാത്രം സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അത് 3 മിനിറ്റ് സ്ക്രബ് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. 3 മിനിറ്റ് നന്നായിട്ട് നമ്മളുടെ സ്കാൽപ്പിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിക്ക് ഇതുപോലെ സ്ക്രബ് ചെയ്യുക. പിന്നെ സ്ക്രബ് ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മളുടെ നഖം വെച്ചിട്ട് സ്ക്രബ് ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മളുടെ ഫിംഗർ ടിപ്പ് വെച്ചിട്ട് പതുക്കെ മൈൽഡായിട്ട് ഇതുപോലെ സ്ക്രബ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിലുള്ള ഡെഡ് സ്കിൻ സെൽസ് റിമൂവ് ആവും. അതുപോലെ തന്നെ നമ്മളുടെ സ്കാൽപ്പിൽ താരന് അല്ലെങ്കിൽ എന്തെങ്കിലും അഴുക്ക് പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഇതിനെയൊക്കെ ഡീപ്ലി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല നമ്മളുടെ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊരു 3 മിനിറ്റ് ഞാൻ സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വാഷ് ചെയ്ത് കളയാം. അടുത്ത പാക്കറ്റിൽ വന്നിട്ടുള്ളത് ഹെയർ സ്പാ ഷാമ്പൂ ആണ് കേട്ടോ. അത് നമ്മൾ സാധാരണ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഈ ഒരു ഷാമ്പൂ എടുത്ത് ഡയല്യൂട്ട് ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാനായിട്ട്. ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഒരു ഷാമ്പൂ നമ്മളുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിതൊരു ചെറിയ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിൽ ഡയല്യൂട്ട് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഷാമ്പൂ അപ്ലൈ ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മളുടെ ഹെയറിൻ്റെ ഭാഗത്തേക്ക്, അതായത് ഈ ഒരു താഴേക്ക് ഷാമ്പൂ എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ സ്കാൽപ്പിൽ മാത്രമാണ് കേട്ടോ ഷാമ്പൂ എടുത്തിട്ടുള്ളത്. ഷാമ്പൂ എടുത്തിട്ട് സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്യുക. അതായത് ചെറുതായിട്ട് മസാജ് ചെയ്ത് സ്കാൽപ്പ് ക്ലീൻ ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന ഷാമ്പൂ ആണ് ഇതുപോലെ ഹെയറിൻ്റെ തറ്റത്തേക്ക് ആക്കി കൊടുക്കുന്നത്. അതും നമ്മൾ ഇട്ട് ഉരയ്ക്കാൻ പാടില്ല. നമ്മളുടെ ഹെയറിൻ്റെ തറ്റത്തേക്ക് താഴ്ഭാഗത്തേക്ക് ഷാമ്പൂ അപ്ലൈ ചെയ്യുമ്പം ഹെയറിനെ വെച്ചിട്ട് ഉരയ്ക്കാൻ പാടില്ല. അങ്ങനെ ഉരച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഹെയർ പെട്ടെന്ന് ഡാമേജ് ആവും, അത് പെട്ടെന്ന് പൊട്ടിപ്പോവാൻ തുടങ്ങും, അങ്ങനെ സ്പ്ലിറ്റ് എൻഡ് വരും, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ സ്ക്യൂസ് ചെയ്ത് നമ്മളുടെ ഹെയറിൻ്റെ തറ്റം വരെ ആ ഒരു ഷാമ്പൂ എത്തിച്ചാൽ മതി. അല്ലാണ്ട് ഇട്ട് ഉരച്ചിട്ടോ അല്ലെങ്കിൽ തറ്റത്തേക്കൊക്കെ ഷാമ്പൂ കൂടുതലായിട്ട് എടുത്ത് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതും പറയുന്നത് 3 മിനിറ്റ് നമ്മളുടെ സ്കാൽപ്പും ഹെയറും ഈ ഒരു ഷാമ്പൂ വെച്ചിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ ഞാനൊരു 3 മിനിറ്റ് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ ഈ ഒരു ഷാമ്പൂ വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് അത് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്.
ഇനി അടുത്ത പാക്കറ്റിൽ ഹെയർ സ്പാ കണ്ടീഷണറാണ് കേട്ടോ വന്നിട്ടുള്ളത്. ഇതൊന്നുമില്ല, നമ്മളുടെ സാധാരണ കണ്ടീഷണർ പോലെ തന്നെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, ഹെയറിൻ്റെ തറ്റത്തേക്ക് മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മളുടെ ഹെയറിലുള്ള വെള്ളം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് ഒന്ന് സ്ക്യൂസ് ചെയ്ത് കളയുക. അതായത് ഒരുപാട് വെള്ളം നമ്മളുടെ ഹെയറിൽ ഉണ്ടാവാൻ പാടില്ല, കുറച്ച് വെള്ളം എന്നാൽ വേണം. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിക്കൊന്ന് കൈ വെച്ചിട്ട് സ്ക്യൂസ് ചെയ്ത് കളയുക. എന്നിട്ട് വേണം കേട്ടോ ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കണ്ടീഷണർ അപ്ലൈ ചെയ്യുമ്പോഴും ഒരിക്കലും നമ്മൾ ഹെയറിനെ ഇട്ടിട്ട് ഉരയ്ക്കാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് സ്ക്യൂസ് ചെയ്ത് പ്രസ് ചെയ്തിട്ട് വേണം ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. അതായത് നമ്മളുടെ ഹെയറിൻ്റെ ഉള്ളിലേക്ക് ഈ ഒരു കണ്ടീഷണർ നന്നായിട്ട് പെനട്രേറ്റ് ചെയ്ത് പോകുന്ന രീതിക്ക് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷണർ ഫുള്ളായിട്ട് നമ്മളുടെ ഹെയറിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹെയറിൻ്റെ തറ്റം വരെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഞാൻ ജസ്റ്റ് മുടി ഇതുപോലെ ഒന്ന് പൊക്കി ക്ലിപ്പിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ബോഡി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു കണ്ടീഷണർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. അതായത് ഒരു 3 മിനിറ്റെങ്കിലും ഈ ഒരു കണ്ടീഷണർ നമ്മളുടെ ഹെയറിൽ വെച്ചേക്കണം. എന്നിട്ട് മാത്രമേ അത് വാഷ് ചെയ്ത് കളയാൻ പാടുള്ളൂ. ഇനി ഇതാ നമ്മളുടെ ലാസ്റ്റ് പാക്കറ്റിൽ വന്നിട്ടുള്ളത് ഹെയർ സിറം ആണ് കേട്ടോ. അപ്പം ഞാനിവിടെ ഹെയർ ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. പിന്നെ ഹെയർ സിറം നമ്മളുടെ ഹെയറിൻ്റെ തറ്റത്തേക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ, സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല. അതും ഹെയറിൻ്റെ തറ്റത്തേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെറ്റായിട്ടുള്ള ഹെയറിൽ, അതായത് നമ്മൾ ഹെയറൊക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞ് അത് ജസ്റ്റ് ഒന്ന് ഉണങ്ങി വരുന്ന സമയമുണ്ടല്ലോ, എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങിയിട്ടും ഉണ്ടാവരുത്. ആ ഒരു ടൈമിൽ വേണം ഈ ഒരു ഹെയർ സിറം നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. എന്നാലേ നമ്മളുടെ ഹെയർ നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടിരിക്കുകയുള്ളൂ. ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ ഹെയർ സിറം അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഹെയറിൽ എന്തെങ്കിലും കെട്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഹെയർ സിറം യൂസ് ചെയ്യാം. എന്നാൽ അതിലും ഒന്നും കൂടി നമ്മളുടെ ഹെയറിനെ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കി വെക്കണം എന്നുണ്ടെങ്കിൽ നമ്മളിതുപോലെ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ചൊരു നനവോട് കൂടി ഈ ഒരു ഹെയർ സിറം ഹെയറിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് വെറും 4 സ്റ്റെപ്പ് കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ സ്പാ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.